എനർജി ആവശ്യമുണ്ടായി. അവിടെ തന്നെ നിന്നാ സീതാപതി രാമചന്ദ്ര കീ രാധാപതി കൃഷ്ണചന്ദ്ര കീ. ഇപ്പൊ അങ്ങനെയാണല്ലോ, കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഓവറായിട്ട് ഇട്ടാലേ എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും കുറച്ച് ഓവർ ആണെങ്കിലേ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കത്തുള്ളൂ. അതൊരു വിവാദമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും എന്താണെങ്കിലും കുറച്ച് ഓവർ ആണെങ്കിൽ മാത്രമേ അതൊരു ശ്രദ്ധ പിടിച്ചു പറ്റൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും മേ ബി അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ഭജന ആയതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു പ്രശ്നം വരുന്നത്. അല്ലാത്ത വല്ല ഗാനമേളയോ അല്ലാതെ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ അതിൽ ഇത്തരം കോമഡികൾ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള എനർജിയൊക്കെ കൊണ്ടുവന്ന് പാടുമ്പോൾ നമുക്കൊരു രസം തോന്നും. പക്ഷെ ഭജൻ എന്ന് പറയുമ്പം അത്രത്തോളം ഭക്തിയോട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തർ കാണാൻ വന്നിരിക്കുന്നവരായാലും അത് കേൾക്കുന്നവരായാലും ആ ഒരു മൈൻഡ് സെറ്റിൽ വരുന്നവരാണ്. അപ്പം അവിടെ വന്നിട്ട് വേറൊരു മോഡുലേഷനിലേക്ക് പാട്ടുകൾ കൊണ്ടുപോയി വേറൊരു ആക്ഷൻസും വേറെ പല ആക്ഷൻസും ഒക്കെ വരുമ്പോഴത്തേക്കും കാണികൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും അവരുടെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ട് തന്നെ പാടുന്നുണ്ട്. പിന്നെ ഒരു എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു കുറേ നാളുകൊണ്ട് ചെയ്ത് വന്നവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നന്ദഗോവിന്ദൻ ടീം എന്ന് പറയുന്നത് വർഷങ്ങൾ കൊണ്ടുള്ളതാണ്. അപ്പോൾ തുടക്കത്തിലുള്ള ആ ഒരു രീതി ആയിരിക്കത്തില്ല അവരുടെ പാട്ടിന് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അതിഗംഭീരമാണ് അന്നത്തേക്കായി. അപ്പം അവരിങ്ങനെ പാടി 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 അതൊരു ശീലമായി മാറി അതൊരു ഭയങ്കര ഒരു കഴിവായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പം തുടക്കമാണ്. അപ്പം ആ ഒരു പെർഫെക്ഷൻ ഇതിൽ കിട്ടത്തില്ല. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോഴത്തേക്കും അവരെ കോപ്പി അടിക്കാൻ നോക്കുന്നത്, പക്ഷെ അതിൻ്റെ 7 അയലത്ത് വരില്ല എന്നൊക്കെ തോന്നുന്നത്. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ നല്ലതായിട്ട് തന്നെ പാടുന്നുണ്ട്. പക്ഷേ ഇവർ കുറച്ച് ഈ കുട്ടികളെന്ന് പറയുമ്പം കുറച്ച് ഓവർ ക്യൂട്ട്നെസ് വാരി വേറെയാണ്. അത് വേറൊന്നിനു വേണ്ടിയല്ല, കുറച്ച് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട്. അവരുടെ ഭജനയുടെ എല്ലാം താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആണ്. പോസിറ്റീവ് കമന്റ്സ് വളരെ കുറവാണ്. ഇവളെയൊക്കെ വിളിച്ചവനെ തല്ലണം, ദൈവദോഷം ഉണ്ടാകും ഉറപ്പ്, ഇത് നിർത്തണം, ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇത് കണ്ടോ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭയഭക്തി ബഹുമാനത്തോടെ നമുക്ക് അതിനകത്ത് ഒട്ടും ഭക്തി തോന്നത്തില്ല. മെയിൻ കാര്യം അതാണ്, ഭജന എന്ന് തോന്നത്തില്ല. ഒരു ഗാനമേള കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ കുറേ പേര് വന്ന് പാടുന്നു, ആ ഒരു രീതിയാണ് അവർ പിടിച്ചിരുന്നത്. അതായത് ഭജനയല്ല അവരുടെ ടീം എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കിത് എൻജോയ് ചെയ്യാം. അവർ സൂപ്പറായിട്ട് പാടുന്നുണ്ട്, നല്ല രസമുണ്ട്, എനർജി ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ ഭജന എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ വന്നിട്ട് നമ്മൾ കാണുമ്പോഴത്തേന് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളിങ്ങനെ ആ ഒരു ദൈവചിന്തയോട് കൂടിയാണ് നമ്മൾ ഭജന കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിൽ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കോ ഇതെന്തോ ഈ പിള്ളേർ കാണിക്കുന്നത്, ആ ഒരു ചിന്ത തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കമൻറ്റ് വരുന്നത്. കഷ്ടം, എന്തും ചെയ്യാം എന്തും കാണിക്കാം എന്ന ചിന്തയോടെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നന്ദഗോവിന്ദ ഭജൻ, അവർ സ്റ്റേജിൽ വന്നിരുന്നാൽ തന്നെ എന്തൊരു ഐശ്വര്യമാണ്. അത് സത്യം കേട്ടോ. അവര് സ്റ്റേജിൽ വന്നിരുന്നവർ പാട്ട് പാടണ്ട, അവർ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് വരും. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഭക്തി, ആ ഒരു അമ്പലം, ദൈവം, ആ ഒരു ഫീൽ വരും. പിന്നെ അവർ പാടി തുടങ്ങിയ പിന്നെ പറയാൻ വേണ്ട, ഒരു രക്ഷയില്ലാത്ത പാട്ടാണ്. അപ്പം പിന്നെ അവരെ കമ്പയർ ചെയ്യേണ്ട നമുക്ക് ഇവരെ, കാരണം അവരെന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അപ്പം അവരെയും ഇവരെയും കൂടെ വെച്ച് കമ്പയർ ചെയ്യേണ്ട. തുടക്കക്കാരെന്ന നിലയിൽ അവർക്ക് കുറേ പ്രശ്നങ്ങൾ വരും, ഇമ്പ്രൂവ് ചെയ്യും. ചിലപ്പം വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ നന്ദഗോവിന്ദം പോലെ തന്നെ നല്ല കിടിലനൊരു ടീമായിരിക്കും ഇവർ. പിന്നെ അവരുടെ ഈ ഒരു ക്യൂട്ട്നെസ് ഒക്കെ എന്താ പറയുക, അതൊരു അവരത്രയും മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ദൈവചിന്ത ഇല്ലാത്തതുകൊണ്ടോ ഒന്നും ആയിരിക്കത്തില്ല. മേ ബി എല്ലാവരും എല്ലാം ഇപ്പം ഓരോ കാര്യങ്ങൾ ഇപ്പം ഈ വീഡിയോയിൽ വന്ന് റിയാക്ട് ചെയ്യുന്നത്, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ഇടുന്നത് ആ ഒരു ടീം, അതായത് ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത് അവർ നന്നാവാനും അല്ലെങ്കിൽ അവർ അതിലൊക്കെ ഉപരി ഏത് വിഷയമാണോ ഇപ്പം മുന്നിൽ നിൽക്കുന്ന ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അതിടുമ്പം കുറച്ച് വ്യൂസ് കിട്ടും, അതൊന്നും ഇതാവും എന്നുള്ള ചിന്തയിലല്ലേ എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പം അതുപോലെ ഇവർ വിചാരിച്ചാണ് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ആ ക്ലിക്കായി നിൽക്കുന്നെങ്കിൽ നന്ദഗോവിന്ദൻ ടീമിനെ പോലെയൊക്കെ ഒന്ന് പാടാൻ ശ്രമിച്ചാൽ ജനങ്ങളെ കയ്യിലെടുക്കാം എന്നുള്ള ചിന്തയിൽ അവർ ചെയ്തതായിരിക്കും. അത് അത്രയും ദൈവം ശപിക്കും, ദൈവം അവരോട് പൊറുക്കില്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷേ കമൻറ്റ് ഇടുമ്പോൾ അവർ കുറച്ച് ഓവറായിപ്പോയി. ഈ ഭക്തിയുടെയൊക്കെ പേരിലാകുമ്പോഴത്തേക്കും ഈ കാണുന്നവർ അതിന് കമൻറ്റ് ചെയ്യുന്നത് അത്രയും അവർ ഇത് വെച്ചിട്ടായിരിക്കും, ഇതിലൊക്കെ എന്തൊന്നും നന്നാവത്തില്ല, ദൈവം ശാപിക്കും നിങ്ങൾ, ആ ഒരു ഫീല് അതുകൊണ്ടിട്ട് വരുന്നതാണ്. അപ്പം അതൊന്ന് മാറ്റി പിടിച്ചാൽ കുറച്ചുകൂടി ഇവർക്ക് വിജയിക്കണം. കാരണം നന്നായിട്ട് പാടുന്നുണ്ട്.
അപ്പം ആ പാടുന്നത് നല്ല ഭക്തിയോടുകൂടി അതിൽ അലിഞ്ഞ് പാടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇവർക്ക് മുന്നേറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ ഭയങ്കരമായിട്ട് ഇടിച്ച് താഴ്ത്താനോ അല്ലെങ്കിൽ മോശപ്പെടുത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്തത്. അതായത് ആളുകളുടെ കമൻസ് നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പാടിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത് നിർത്തി നല്ല രീതിയിൽ ദൈവഭക്തിയോട് കൂടിയുള്ള ഭജൻസ് പാടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞവരെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. റിയാക്ട് ചെയ്ത എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നോക്കിയോ. അതുകൊണ്ട് ശുഭചിന്തയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.